ചാപ്റ്റർ 3 കിർമിച്ച് കി ഗേന്ദ്. കിർമിച്ച് എന്നാൽ ഒരു പ്രത്യേക തരത്തിലുള്ള കട്ടിയുള്ള തുണി കൊണ്ട് ഉണ്ടാക്കിയ പന്ത്. ഗേന്ദ് എന്നാൽ പന്ത്. गर्मी की छुट्टियां दी. दोपहर के समय दिनेश घर में बैठा कोई कहानी पढ़ रहा था. तभी पेड़ के पत्तों को खिलाती हुई कोई वस्तु थम से करके पीछे वाले बगीचे में गिरी. दिनेश आवाज़ से पहचान गया कि वह वस्तु क्या हो सकती है. वह एकदम से उठकर बरामदे की चिप सरकाकर बगीचे की ओर भागा. छुट्टियां दी. गर्मी എന്നാൽ സമ്മർ വേനലവധിക്കാലമായിരുന്നു. ദോപഹർ സമയം, ദോപഹർ എന്നാൽ ഉച്ചസമയമായിരുന്നു. ദിനേശ് ഘർമേ ബൈഠ കോയി കഹാനി പഠ് രഹാ ഥാ. ദിനേശ് വീട്ടിലിരുന്ന് എന്തോ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തബി पेड़ों के पत्तों की हिलाती हुई कोई वस्तु धम से करके पीछे वाले बगीचे में गिरी. അപ്പോഴാണ് പത്തോ എന്നാൽ ഇലകളെ ഹിലാത്തി ഇളക്കിക്കൊണ്ട് കോയി വസ്തു ഏതോ ഒരു വസ്തു ധംസെ ഇടിയോടുകൂടി ഘർക്കെ പീച്ചെ വാലെ ബഗീച്ചെ മെ ഗിരി വീടിന് പിന്നിലുള്ള പൂന്തോട്ടത്തിലേക്ക് വീണത്. ദിനേശ് ആവാസ് സെ പഹചാൻ ഗയാ കി വഹ് വസ്തു ക്യാ ഹോ സക്തി ഹെ. ദിനേശ് ആവാസ് എന്നാൽ ശബ്ദം കേട്ട് തന്നെ മനസ്സിലാക്കി ആ വസ്തു എന്തായിരിക്കുമെന്ന്. വഹ് ഏക്ദം സെ ഉഠ്കർ ബരാമദേക്ക് ചിപ്സ് സർക്കാക്കർ ബഗീച്ചയ്ക്ക് ഓർ ഭാഗ. അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വരാന്തയിലൂടെ തെന്നി പൂന്തോട്ടത്തിൻ്റെ അരികിലേക്ക് ഓടി. अरे अरे बेटा कहाँ जा रहा है, बाहर लू चल रही है. दिनेश की माँ मशीन चलाते चलाते एकदम जोर से बोली. परंतु दिनेश रुका नहीं. उसने पैरों में चप्पल भी नहीं पहनी. जून का महीना था. धरती तवे की तरह तप रही थी. पर दिनेश को पैरों के जलने की भी चिंता नहीं थी. वह जहाँ से आवाज़ आई थी उसी ओर भाग चला. അരേ അരേ ബേട്ട കഹാ ജാ രഹാ ഹും. ബേട്ട എന്നാൽ മകൻ. മോനോട് എവിടെ പോകാമെന്ന് ചോദിച്ചു. ബാഹർ ലൂ ചൽ രഹാ ഹെ. പുറത്ത് നല്ല ചൂടാണ്. ദിനേശ് കി മാ മെഷീൻ ചലാത്തെ ചലാത്തെ ഏക്ദം സോർ സെ ബോലി. ദിനേശിൻ്റെ അമ്മ മെഷീൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അതിനിടയ്ക്ക് ഉറക്കെ പറഞ്ഞു. പരന്തു ദിനേശ് രുക്കാ നഹി. പക്ഷേ ദിനേശ് നിന്നില്ല. ഉസ്നെ പൈരോമേൻ ചപ്പൽ ഭി നഹി പെഹനി. അവൻ കാലിൽ ചെരുപ്പ് പോലും ഇട്ടില്ല. ജൂൺ കാ മഹീന ഥാ. ഒരു ജൂൺ മാസമായിരുന്നു. ധർത്തി തവേക്ക് തര തപ് രഹി ഥി. ഭൂമി തവേക്ക് തവയെന്നാൽ പാൻ, കുക്കിംഗ് പാൻ ഇല്ലേ, ആ കുക്കിംഗ് പാൻ പോലെ പൊള്ളിയിരിക്കുകയായിരുന്നു. പർ ദിനേശ് കോ പൈരോം കെ ജൽനെ കോ ഭി ചിന്ത നഹി ഥി. പക്ഷേ ദിനേശിന് കാലുകൾ പൊള്ളുന്നതിനെക്കുറിച്ച് പോലും ചിന്ത ഉണ്ടായിരുന്നില്ല. വഹ് ജഹാസെ ആവാസ് ആയി ഥി ഉസി ഓർ ഭാഗ് ചല. അവൻ എവിടെയാണോ ശബ്ദം കേട്ടത് അതിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. सामने की क्यारी में फिड़ियों के ऊंचे ऊंचे पौधे थे. एक और सीताफल की घनी बेल फैली हुई थी. क्यारियों के चारों ओर हरे हरे केले के वृक्ष लहरा रहे थे. दिनेश ने जल्दी जल्दी फिड़ियों के पौधों को उलटना पलटना आरंभ किया. जब वहाँ कुछ नहीं मिला तो उसने सारी सीताफल की बेल छान मारी. सामने की क्यारी में फिड़ियों के ऊंचे ऊंचे पौधे थे. सामने की क्यारी में, ക്യാരി എന്നാൽ കൃഷിയിടം, തൊട്ടടുത്തുള്ള കൃഷിയിടത്തിൽ ഫിഡിയോ എന്നാൽ ലേഡി ഫിംഗറിൻ്റെ വലിയ വലിയ ചെടികളുണ്ടായിരുന്നു. ഏക് ഓർ സീതാഫൽ കി ഘനി ബേൽ ഫൈലി ഹുയി ഥി. ഒരു വശത്തായി സീതാഫൽ എന്നാൽ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഖനി ഇടതൂർന്ന ബേൽ വള്ളി ഫൈലി ഹുയി ഥി പടർന്നിരുന്നു. ക്യാരിയും കെ ചാരോ മോർ ഹരെ ഹരെ കേലെ കെ വൃക്ഷ ലഹരാ രഹേ ഥേ. ഈ കൃഷിയിടത്തിൻ്റെ 4 വശത്തുമായിട്ട് ഹരെ ഹരെ പച്ച നിറത്തിലുള്ള കേലെ എന്നാൽ വാഴ മരങ്ങൾ തഴച്ച് നിൽപ്പുണ്ടായിരുന്നു. ദിനേശ് ने जल्दी जल्दी फिड़ियों के पौधों को उलटना पलटना आरंभ किया. ദിനേശ് എന്ത് ചെയ്തു? ജൽദി പെട്ടെന്ന് തന്നെ ഈ വെണ്ടയ്ക്ക ചെടികളെയെല്ലാം ഉലട്ന പലട്ന അങ്ങോട്ടും ഇങ്ങോട്ടും തലകീഴായി മറിച്ച് അവിടെ നോക്കാൻ തുടങ്ങി. जब वहाँ कुछ नहीं मिला तो उसने सारी सीताफल की बेल छान मारी. അവിടെ ഒന്നും തന്നെ കിട്ടാതെ വന്നപ്പോൾ അവൻ മുഴുവൻ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ വള്ളി മുഴുവൻ തിരഞ്ഞു.
बराबर में ही खूस ने घड़े बना रखे थे। ढूंढते ढूंढते जब उसकी निगाह उधर गई तो उसने देखा कि घड़े के ऊपर ही एक बिल्कुल नई चमचमाती किरमिच की गेंद पड़ी है। दिनेश ने हाथ बढ़ाकर गेंद उड़ा ली। लगता था जैसे किसी ने उसे आज ही बाजार से खरीदा है। बराबर में ही खूस ने ഖടെ ബനാ രഹേ തെ. അടുത്തായി തന്നെ ഖൂസ് പെരിച്ചാഴി ഖടെ ഖടെ എന്നാൽ കുഴികൾ ഉണ്ടാക്കിയിട്ടിരുന്നു. ഡൂട്ടെ ഡൂട്ടെ ജബ് ഉസ്കി നിഗാഹ് ഉദർ ഗയി തോ ഉസ്നെ ദേഖാ കി ഗഡെ കെ ഊപ്പർ ഹി ഏക് ബിൽക്കുൽ നയി ചമച്ച് മാത്തി കിർമിച്ച് കി ഗേദ് പടി ഹെ. ഡൂട്ടെ ഡൂട്ടെ തിരഞ്ഞ് തിരഞ്ഞ് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ അവിടെ ചെന്നു. എവിടെയാണ്? ഉസ്നെ ദേഖ നോക്കിയപ്പോൾ അവൻ കണ്ടു. എന്താണ്? കുഴികളുടെ മുകളിലായി ഏക് ബിൽക്കുൽ നയി ചമച്ച് മാത്തി ഒരു പുതിയ നല്ല തിളക്കമുള്ള കിർമിച്ച് കി ഗേദ് ഒരു കണ്ടാൽ പുതുതായി തോന്നുന്ന ഒരു പന്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ദിനേഷിനെ ഹാത്ത് ബഡാക്കർ ഗേദ് ഉഡാലി. ദിനേശ് കൈനീട്ടി ആ പന്തെടുത്തു. लगता था जैसे किसी ने उसे आज ही बाजार से खरीदा है. എങ്ങനെയാണ് അവന് തോന്നിയത്? ആ പന്ത് ആജ് ഇന്ന് ബാസാർസെ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് ആ പന്ത് കണ്ടപ്പോൾ അവന് തോന്നിയത്. ഉസ്നെ ഉസെ ഉലട്ട് പലട്ട് കർ ദേഖ परंतु कुछ भी समझ में नहीं आया. नजर उड़ाकर उसने पास की तिमसली इमारत की ओर देखा कि हो सकता है किसी बच्चे ने इसे ऊपर से फेंक हो, परंतु इस इमारत की इस ओर खुलने वाले सभी दरवाजे और खिड़कियां बंद थे. छत की मुठभेड़ से लेकर नीचे तक तेज धूम चिलचिला रही थी. उसने उसे उलट पलट कर देखा परंतु कुछ भी समझ में नहीं आया. അവനത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും നോക്കി, പക്ഷേ അവനൊന്നും മനസ്സിലായില്ല. നസർ ഉഡാക്കർ ഉസ്നെ പാസ് കി തിംസിലി ഇമാരത് കി ഓർ ദേഖ. അവൻ തൊട്ടടുത്തുള്ള തിംസിലി എന്നാൽ 3 നിലയുള്ള ഇമാരത്ത് എന്നാൽ കെട്ടിടം, 3 നിലയുള്ള കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കി. ഹോ സക്തേ ഹേ കി ഹേ കിസി ബച്ചേനെ ഇസെ ഊപ്പർ സെ ഫേങ് ഹോ. ഒരു പക്ഷേ ഏതെങ്കിലും കുട്ടികൾ അതിൻ്റെ മുകളിൽ നിന്നും 3 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഇത് എറിഞ്ഞതാകാം. പക്ഷേ परंतु उस इमारत की इसी और खुलने वाले सभी दरवाजे और खिड़कियां बंद थे. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഈ വശത്തേക്ക് തുറക്കുന്ന എല്ലാ ദർവാസെ വാതിലുകളും ഖിഡ്കിയാം ജനലുകളും ബന്ധേ അടച്ചിരിക്കുകയാണ്. ഛത്കി മുഡേർ സെ ലേക്കർ നീച്ചെ തക് തേസ് ധൂം ചിൽച്ചില രഹീതി. വീടിൻ്റെ മേൽക്കൂരയുടെ മുകളിൽ നിന്ന് താഴെ വരെ ചുട്ടു പൊള്ളുന്ന വെയിലായിരുന്നു. फिर कौन खरीद सकता है नई गेंद? दिनेश ने सुधीर, अनिल, अरविंद, आनंद, दीपक, सफी के नाम मन में दोहराया. यदि गेंद खरीदी हुई है तो इस तोभरी में इसे नीचे कौन फेंकेगा? फिर कौन खरीद सकता है नई गेंद? അപ്പോൾ ആരാണ് പുതിയ പന്ത് വാങ്ങാൻ കഴിയുക? ദിനേശ് ने सुधीर, अनिल, अरविंद, आनंद, दीपक, सफी के नाम मन में ദോഹ്രായെ. അവൻ ദിനേശ് എന്തു ചെയ്തു? സുധീർ, അനിൽ, അരവിന്ദ്, ആനന്ദ്, ദീപക് അവൻ്റെ എല്ലാ സുഹൃത്തുക്കളുടെയും പേര് മനസ്സിൽ ചിന്തിച്ചു. യദി ഗേത് ഖരീദി ഫി ഹേ തോ ഇസ് ദോഭരി മേ ഇസെ നീച്ചെ കോൻ ഫേഗേഗ. ഒരു പക്ഷേ പന്ത് വാങ്ങിയാലും ഈ ഉച്ചയ്ക്ക് ആരാണിത് താഴേക്കിടുന്നത്? ഹോ നഹോ യഹ് ഗേത് ബാഹർ സെ ഹി ആയി ഹേ. उसने सड़क पर बने गोल चक्कर के बगीचे की ओर देखा परंतु वहाँ पर केवल 2-4 गायें ही दिखाई पड़ी जो पेड़ों के नीचे सुता रही थी. उसे ध्यान आया कि जाने कितनी बार अपने मोहल्ले के बच्चों की गेंदों क्रिकेट खेलते हुए दूर चली गई और फिर कभी नहीं मिली. एक बार तो एक गेंद एक चलते हुए ट्रक में भी जा पड़ी थी. हो न हो यह गेंद बाहर से ही आई है. എന്തായാലും പന്ത് പുറത്തു നിന്നാണ് വന്നത്. ഉസ്നെ സടക് പർ ബനെ ഗോൾ ചക്കർ കെ ബഗീച്ചേക്ക് ഓർ ദേഖ. അവൻ
റോഡിൻ്റെ അരികിലുള്ള സടക്ക് എന്ന റോഡ്, റോഡിൻ്റെ അരികിലെ നിർമ്മിച്ചിരിക്കുന്ന ഗോൽ ചക്കർ, റൗണ്ട് എബൌട്ടിലെ ബഗീച്ചെ, ബഗീച്ചെ എന്നാൽ പൂന്തോട്ടം, പൂന്തോട്ടത്തിലേക്ക് നോക്കി. പരന്തു വഹാം പർ കേവൽ ദോ ചാർ ഗായേ ഹി, പക്ഷേ അവിടെ 2-4 പശുക്കൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ദിഖായി പടി ജോ പേടോം കെ നീച്ചെ സുസ്താ രഹി തി, അതെന്താണ്, മരങ്ങളുടെ അടിയിൽ വിശ്രമിക്കുകയായിരുന്നു. ഉസേ ധ്യാൻ ആയാ കി ജാനെ കിത്തനി ബാർ അപ്നെ മൊഹല്ലെ കെ ബच्चे की गेंदें ക്രിക്കറ്റ് खेलने हुई दूर चली गई. അവൻ ഓർത്തു, എത്രയോ തവണ അവൻ്റെ അയൽപ്പക്കത്തുള്ള കുട്ടികൾ പന്ത് കളിക്കുമ്പോൾ പന്ത് ദൂരേക്ക് പോയിട്ടുണ്ട്. ഫിർ കഭി നഹി മിലി, പിന്നീട് അത് കിട്ടിയിട്ടില്ല. ഏക് ബാർ തോ എഗ് ഗേദ് ഏക് ചൽത്തി ഹുയി ട്രക്ക് മേം ഫി ജാ പടി തി, ഒരിക്കൽ ഒരു പന്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്കിൽ പോയി വീണിരുന്നു. तभी भीतर से माँ की आवाज़ आई, अरे दिनेश तू सुनेगा नहीं, सब अपने अपने घरों में सो रहे हैं और तू धूम में घूम रहा है. വീദർ സെ മാം കി ആവാസായി, അപ്പോഴേക്കും അകത്തു നിന്ന് അമ്മയുടെ ശബ്ദം വന്നു. അരെ ദിനേശ് തു സുനേഗ നഹി, ദിനേശേ നീ പറയുന്നത് കേൾക്കുന്നില്ലേ, സബി അപ്നെ അപ്നെ ഘരോമേം സോ രഹാ ഹെ, എല്ലാവരും അവരവരുടെ വീട്ടിൽ ഉറങ്ങുകയാണ്. ഓർ തു ധൂപ്മേം ഘൂം രഹാ ഹെ, നീ എന്താണ്, നീ ധൂമ്മേം വെയിലത്ത് ഘൂം രഹാ ഹെ കറങ്ങി നടക്കുകയാണ്. ദിനേശ് ഗേത് കോ ഹാത്ത് മേ ലിയേ ഹുയെ ഫീദർ ആ ഗയാ. डंडे फर्श पर बिछी चढ़ाई पर वह लेट गया और सोचने लगा, भले ही एक गेंद मोहल्ले में से किसी की न हो, परंतु ईमानदारी इसी में है कि एक बार सबसे पूछ लिया जाया. दिनेश गेंद को हाथ में लिए हुए ഫീദർ ആകയ, അവൻ പന്തുമായി, ദിനേശ് പന്തുമായി അകത്തേക്ക് വന്നു. ഡണ്ടേ ഫഷ് പർ ബിച്ചി ചടായി പർ വഹ് ലേറ്റ് ഗയ. ഡണ്ടേ തണുത്ത, ഫഷ് പർ തറയിൽ, ബിച്ചി ചടായി തറയിൽ വിരിച്ച പായയിൽ അവൻ കിടന്നു. ഓർ ഉസ്നെ സോച്ചനെ ലഗ, എന്നിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഫലേ ഹി ഗേത് മോഹ്ലെ മേം സെ കിസി കി ന ഹോ, ഒരുപക്ഷെ ഇത് അയൽപക്കത്തുള്ള കുട്ടികളുടേത് ആരുടേതും അല്ലെങ്കിലും, പരന്തു ഈമാൻദാരി ഇസി മേം ഹേ കി ഏക് ബാർ സബ്സെ പൂച്ച് ലിയാ ജായേ, പക്ഷേ സത്യസന്ധത എന്താണ്, ഒരു വട്ടം എല്ലാവരോടും ഒന്ന് ചോദിക്കണം, ഇത് ആരുടേത് ആണെന്ന് ചോദിക്കണം. ഗർമിക്ക് छुट्टियां दी, बच्चों ने खेलने की सुविधा को ध्यान में रखते हुए एक क्लब बनाया हुआ था. उस क्लब में सभी बच्चों के लिए बल्ले थे और गेंद खरीदने के लिए वे आपस में क्लब का चंदा देकर पैसा इकट्ठा कर लेते थे. शाम को सारे बच्चे इकट्ठा हुए. दिनेश ने सभी से पूछा, मुझे एक गेंद मिली है, अगर तुम में से किसी की गेंद खो गई हो तो वह गेंद की पहचान बताकर गेंद मुझसे ले सकता है. ഗർമിക്ക് छुट्टियां दी, വേനലിൻ്റെ അവധിക്കാലമായിരുന്നു. बच्चों ने खेलने की सुविधा को ध्यान में रखते हुए एक क्लब बनाया हुआ था. കുട്ടികൾ കളിക്കുന്നതിൻ്റെ സൗകര്യം കണക്കിലെടുത്തിട്ട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു. ഉസ് ക്ലബ്ബേം സഫി ബച്ചും കെ ലിയെ ബെല്ലേ ഥേ, ആ ക്ലബ്ബിൽ എല്ലാ കുട്ടികൾക്കും ബെല്ലെ, ബെല്ലെ എന്നാൽ ബാറ്റ് ഉണ്ടായിരുന്നു. ഓർ ഗേദ് ഖരീദനെ കെ ലിയെ വേ ആപ്പസ് മേം ക്ലബ് കാ ചന്ദ ദേക്കർ പൈസ ഇക്കടാ കർ ലേത്തെ ഥേ, ബോൾ വാങ്ങുന്നതിനായി അവരെന്തു ചെയ്തു, എല്ലാവരും ഇക്കടാ ഹുയെ, എല്ലാവരും ഒത്തുകൂടി അവരെന്തു ചെയ്തു, സംഭാവന പിരിച്ചിട്ട് അത് ശേഖരിച്ചാണ് പന്ത് വാങ്ങാനായിട്ട് ക്യാഷ് കളക്ട് ചെയ്യുകയായിരുന്നു. ഷാം കോ സാരെ ബच्चे ഇക്കടാ ഹുയെ, വൈകുന്നേരമായപ്പോൾ എല്ലാ കുട്ടികളും ഒത്തുകൂടി. ദിനേഷിനെ സഫീസെ പൂച്ച, ദിനേശ് എല്ലാവരോടും ചോദിച്ചു, മുझे एक गेंद मिली है, എനിക്കൊരു പന്ത് കിട്ടിയിട്ടുണ്ട്. അഗർ തുംസെ ഹി കിസി കെ ഗേദ് ഖോ ഗയി ഹെ, ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെയെങ്കിലും പന്ത് ഖോ ഗയി ഹെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, तो वह गेंद की पहचान बताकर गेंद मुझसे ले सकता हूँ. വഹ ഗേദ് കി പെഹ്ചാൻ, അവർ പന്തിൻ്റെ അടയാളം പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാം. തബി അനിൽ ബോല, ഗേദ് തോ മേരി ഖോ ഗയി ഹെ, കബ് ഖോയി ഥി തേരി ഗേദ്, യഹി കോയി 4 മഹീനെ പെഹലെ. തബി അനിൽ ബോല, അപ്പോൾ അനിൽ പറഞ്ഞു, ഗേദ് തോ മേരി ഖോ ഗയി ഹെ, ആ പന്താണോ, എൻ്റേത് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
നിന്റെ പന്ത് എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? യഹി കോയി 4 മഹീനെ പകലെ, അത് ഏകദേശം 4 മാസം മുമ്പാണ്. തോ വ ഗേദ് തെരി നഹി ഹെ, ദിനേശിനെ കഹ. അപ്പോൾ ദിനേശ് പറഞ്ഞു, ഓ അപ്പോൾ ആ പന്ത് നിൻ്റേതല്ല. ഫിർ വ മേരി ഹോഗി. സുധീർ ने तुरंत उस पर अपना अधिकार जताते हुए कहा. ഉടനെ തന്നെ സുധീർ പറഞ്ഞു, ഫിർ വ മേരി ഹോഗി, അപ്പോൾ അത് എൻ്റേതായിരിക്കും. സുധീറിനെ തുരന്ത് ഉസ് പർ അപ്ന അധികാർ ജതാത്തെ ഹുയെ കഹ. അവൻ ഉടൻ തന്നെ ആ പന്തിൽ അധികാരം ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഓ കൈസെ, ദിനേശിനെ പൂച്ച. ഉടനെ ദിനേശ് ചോദിച്ചു, അതെങ്ങനെയാ? तो मुझे गेंद दिखा दे, मैं अपनी നിഷാനി ബതാ ദൂങ്ക. അത് എങ്ങനെയാണെന്ന് ദിനേശ് ചോദിച്ചു. ഉടനെ സുധീർ മറുപടി പറഞ്ഞു, തൂ മുझे गेंद दिखा दो, നീ എനിക്ക് പന്ത് കാണിക്കൂ. मैं अपनी നിഷാനി ബതാവൂ ദൂങ്ക, ഞാൻ അപ്പോൾ അതിൻ്റെ അടയാളം പറയാം. വാ, ये कैसे हो सकता है? दिनेश बोला. गेंद देखकर निशानी बताना कौन सा कठिन है? बिना देखे बता तब जानो. ഉടനെ ദിനേശ് പറഞ്ഞു, വാ, ये कैसे हो सकता है? അത് കൊള്ളാം, അതെങ്ങനെ സാധിക്കും? ഗേദ് ദേക്കർ നിഷാനി ബദാന കോൺ സ കഠിൻ ഹേ, പന്ത് നോക്കിക്കൊണ്ട് അതിൻ്റെ അടയാളം പറയാൻ ആർക്കാണ് ബുദ്ധിമുട്ട്? ബിനാ ദേഖ ബദ, അത് കാണാതെ പറയൂ. തബ് ജാനോ, അപ്പോഴാണല്ലോ അറിയാൻ സാധിക്കുന്നത്. അഭി ഊപ്പർ സെ ദീപക് ഉദർ ആയ. ദീപക് അപ്പന മത്ലബ് സിദ്ധ് കർനെ തഥാ അവസർ പഡ്നെ പർ സഭി കോ മിത്ര ബനാ ലേന മേം ചതുർദ. ഗേദ് കി ബാത് സുൻകർ ദീപക് ബോല, ഗേദ് മേരി ഹേ. തബി ഊപ്പർ സെ ദീപക് ഉദർ ആയ. അപ്പോൾ അവിടേക്ക് ദീപക് മുകളിൽ നിന്ന് അവിടേക്ക് വന്നു. ദീപക് അപ്ന മത്ലബ് സിദ്ധ് കർനെ തഥാ അവസർ പഠനെ പർ സഫി കോ മിത്ര ബന ലേനെ മേം ചതുർദ. അവൻ്റെ അഭിപ്രായം തെളിയിക്കുന്നതിലും അവസരം കിട്ടിയാൽ സഫീക്കോ മിത്ര ബന ലേനെ മേ ചതുർഹെ, എല്ലാവരെയും സുഹൃത്തുക്കളാക്കുന്നതിനും ചതുർധ, മിടുക്കനായിരുന്നു. ഗേദ് കി ബാത് സുൻകർ ദീപക് ബോല, ഗേദ് മേരി ഹേ. പന്തിൻ്റെ കാര്യം കേട്ടുകൊണ്ട് ദീപക് പറഞ്ഞു, പന്ത് എൻ്റേതാണ്. കൈസെ തെരി ഹേ? സഫീനെ ഏക് സാത്ത് പൂച്ച. എല്ലാവരും ഒന്നിച്ചു തന്നെ ചോദിച്ചു, എങ്ങനെയാണ് നിൻ്റേതാകുന്നത്? കൽഹി തോ തൂ കഹാ രഹാ കി ഇസ് ബാർ തേരെ പാപ്പ തുച്ചെ ഗേദ് ലാനെ കെ ലിയെ പൈസ നഹി ദേ രഹേ ഹേ. ഇന്നലെയാണല്ലോ കൽഹീത്തോ, ഇന്നലെയാണ് കഹ് രഹാദ, നീ പറഞ്ഞല്ലോ, ഇസ് ബാർ തേരെ പപ്പ തുച്ചെ ഗേദ് ലാനെ കെ ലിയെ പൈസ നഹി ദേ രഹേ ഹേ. ഇത്തവണ നിന്റെ അച്ഛൻ പന്ത് വാങ്ങാൻ, ഗേദ് ലാനെ കെ ലിയെ പന്ത് വാങ്ങാൻ പൈസ നഹി ദേ രഹേ ഹേ, കാശ് തന്നില്ലാന്ന്. മേരി ഗേദ് तो 5 महीने पहले खोई थी. दीपक ने कहा, जब बड़े भैया की शादी हुई थी ना, कभी सुनील ने मेरी गेंद छत पर से नीचे फेंक दी. മേരി ഗേദ് തോ 5 മഹീനെ പെഹലെ ഖോയി തി, എൻ്റെ പന്ത് 5 മാസം മുമ്പ് നഷ്ടപ്പെട്ടതാണ്. ദീപക് നെ കഹ, ദീപക് പറഞ്ഞു. ജബ് ബഡേ ഭയ്യയ്ക്ക് ഷാദി ഹുയി ഥി നാ, എൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണം നടന്നില്ലേ? തബി സുനിലിനെ, അപ്പോൾ സുനിലാണ് മേരി ഗേദ്, എൻ്റെ പന്ത് ഛത് പർ സെ, മേൽക്കൂരയുടെ മുകളിൽ നിന്ന്, ടെറസിൻ്റെ മുകളിൽ നിന്ന് നീച്ചെ ഫേക് ദി, മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞത്. ദിനേശ് അച്ചി തര ജാൻതാ കി യഹ് ഗേദ് ദീപക് ഹി നഹി ഹേ. ദിനേശിന് നല്ലതുപോലെ അറിയാമായിരുന്നു ഈ പന്ത് ദീപകിൻ്റെത് അല്ല എന്ന്. ദീപക് കി ഗേദ് 5 മഹീനെ പെഹലെ ഖോയി ദി, ദീപകിൻ്റെ പന്ത് 5 മാസം മുമ്പാണ് നഷ്ടപ്പെട്ടത്. ഓർ ഏ കഫി ഹോ ഹി നഹി സക്താ കി ഗേദ് 5 മഹീനെ പടി രഹേ ഓർ ഉസ് പർ മിട്ടി കാ ഏക് ഹി ദാഗ് ന ലഗേ. 5 മാസം മുമ്പാണ് ദീപകിൻ്റെ പന്ത് നഷ്ടപ്പെട്ടത്. ഓർ ഏ കഫി ഹോസ് ഹി നഹി സക്ത, ഇത് ഒരിക്കലും സാധിക്കില്ല. എന്താണ്? ഗേദ് 5 മഹീനെ പടി രഹേ ഓർ 5-6 മാസമായി പന്ത് തറയിൽ കിടന്നിട്ട് അതിൽ ഉസ് പർ മിട്ടി കാ ഏക് ഫി ദാഗ് ന ലഗേ, മണ്ണിൻ്റെ, മിട്ടി എന്നാൽ മണ്ണിൻ്റെ ഒരു അംശം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ദീപകിൻ്റെ പന്തല്ലാന്ന് ദിനേശിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ദീപക് നെ കഹ, मैं कुछ नहीं जानता, गेंद मेरी है, वह मेरी है और सिर्फ मेरी है. ഉടനെ ദീപക് പറഞ്ഞു, मैं कुछ नहीं जानता, എനിക്കൊന്നും അറിയില്ല, ഗേദ് മേരി ഹേ, പന്ത് എൻ്റേതാണ്, വഹ് മേരി ഹേ ഓർ സിർഫ് മേരി ഹേ, അത് എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്. അരേ ജാ ജാ ബഡാ ആയ ഗേദ് വാല, ക്യാ സബൂത് ഹേ കി യഹ് ഗേദ് നീച്ചെ ഫേക് ദി? അനിലിനെ പൂച്ച,
അരേ ജാ ജാ, പോടാ, ഒരു വലിയ പന്ത് കളിക്കാരൻ വന്നിരിക്കുന്നു. ബെഡ ആയ ഗേദ് വാല, ഒരു വലിയ പന്ത് കളിക്കാരൻ വന്നിരിക്കുന്നു. ക്യാ സബൂത് ഹേ കി യഹി ഗേദ് നീച്ചെ ഫേക്കി ദി, എന്ത് തെളിവാനുള്ളത് ഈ പന്താണ് താഴേക്ക് എറിഞ്ഞതെന്ന് അനിലിനെ പൂച്ച. ദീപക് ने कहा हाँ सबूत है, मुझे गेंद दिखा दो, मैं फौरन बता दूंगा. ദീപക് ने कहा, ദീപക് പറഞ്ഞു, ഹാ സബൂത് ഹേ, ആ തെളിവുണ്ട്, മുझे ഗേദ് ദിഖാ ദോ, എന്നെ പന്ത് കാണിക്കൂ, मैं फौरन बता दूंगा, ഞാൻ ഉടനെ തന്നെ പറയാം. ദിനേശ് ने देखा कि झगड़ा बढ़ रहा है, ദിനേശ് നോക്കിയപ്പോൾ എന്താണ്, വഴക്ക് കൂടുകയാണ് എല്ലാവരും കൂടി. ഗേദ് ഹത്തിയാനെ കെ ലിയെ ദീപക് സുധീർ അവർ സുനിൽ കാ സഹാര ലേ രഹാ ഹെ, പന്ത് സ്വന്തമാക്കാനായിട്ട് ദീപക്കും സുധീറും സുനിലും ഒന്നിച്ച് പിന്തുണച്ച് നിൽക്കുകയാണ്. വഹ് ജാൻതാ താ കി യദി ഗേദ് ദീപക് കെ പാസ് ചലി ഗയി തോ യേ തീനോ മിൽക്കർ ഖേലേംഗെ, അവന് അറിയാമായിരുന്നു ഈ പന്ത് ദീപകിൻ്റെ കയ്യിൽ പോവുകയാണെങ്കിൽ തീനോ മിൽക്കർ ഖേലേംഗെ, അവർ മൂന്നും ഒരുമിച്ച് കളിക്കുമെന്ന്. അച്ഛാ മേ ഗേദ് ലാ രഹാ ഹൂം, അപ്പോൾ ദിനേശ് പറഞ്ഞു, അച്ഛാ മേ ഗേദ് ലാ രഹാ ഹൂം, ഞാൻ പന്ത് കൊണ്ടുവരാം. പരന്തു ജബ് തക് പക്കാ സബൂത് നഹി മിലേഗ मैं किसी को दूंगा नहीं, പക്ഷേ ജബ് തക് എപ്പോഴുവരേക്കും പക്കാ സബൂത്ത് വ്യക്തമായ തെളിവ് തന്നില്ലെങ്കിൽ, നഹി മിലേഗ കിട്ടിയില്ലെങ്കിൽ, मैं किसी को दूंगा नहीं, ഞാൻ ആർക്കും തന്നെ പന്ത് തരില്ല. ദിനേശ് ने कहा. गेंद आ गई. दीपक उसे देखते ही बोला, यह मेरी है, यही है मेरी गेंद, यह लाल रंग का निशान मेरी ही गेंद पर था. गेंद आ गई, പന്ത് വന്നു. ദീപക് ഉസെ ദേഖ്തേ ഹി ബോല, ദീപക് പന്ത് കണ്ട ഉടനെ പറഞ്ഞു, യഹി മേരി ഹെ, ഇത് എൻ്റേതാണ്, യഹി ഹെ മേരി ഗേദ്, ഇത് തന്നെയാണ് എൻ്റെ പന്ത്. യഹ് ലാൽ രംഗ നിഷാൻ മേരി ഹി ഗേദ് പർ ഥാ, ഈ ചുവന്ന നിറത്തിലുള്ള നിഷാൻ അടയാളം എൻ്റെ പന്തിലായിരുന്നു ഉണ്ടായിരുന്നത്. വാ सभी गेंद पर ऐसे ही निशान होते हैं, अनिल ने दिनेश का साथ देते हुए कहा. वाह सभी गेंदों पर ऐसे ही निशान होते हैं, കൊള്ളാം, എല്ലാ പന്തിലും ഇതുപോലുള്ള അടയാളം ഉണ്ടാകാറുണ്ട്. അനിലിനെ ദിനേശ് കാ സാത്ത് ദേത്തെ ഹുയെ കഹ, അനിൽ ദിനേശിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. ദീപക് ने फिर जोर लगाया, मैं अपने पापा से कहलवा सकता हूँ कि गेंद मेरी है. अरे जा, ऐसे तो मैं अपने बड़े भाई से कहलवा सकता हूँ कि गेंद दिनेश की है, अनिल ने कहा. दीपक ने फिर जोर लगाया, ദീപക് വളരെ ഉറച്ച് ശക്തമായിട്ട് പറഞ്ഞു, मैं अपने पापा से कहलवा सकता हूँ, ഞാൻ എൻ്റെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കാൻ സാധിക്കും ഈ പന്ത് എൻ്റേതാണെന്ന്. അരേ ജാ, ഒന്ന് പോടാ. ऐसे तो मैं अपने बड़े भाई से कहलवा सकता हूँ, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മൂത്ത ചേട്ടനെ കൊണ്ട് പറയിക്കാൻ സാധിക്കും ഈ പന്ത് ദിനേശിൻ്റേതാണെന്ന്. അനിലിനെ കഹ. कुछ भी हो गेंद मेरी है, എന്തായാലും പന്ത് എൻ്റേതാണ്. ദീപക് ने उसे धरती पर मारते हुए कहा, ദീപക് തറയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. धरती पर डप्पा पड़ते हुए मेरी गेंद में से ऐसी ही ആവാസ് ആത്തി ഥി, ഭൂമിയിൽ തറയിൽ ടപ്പേ പടുത്തേ ഹുയെ, തറയിൽ വീഴുമ്പോൾ മേരി ഗേദ് മേ സെ ഐസി ഹി ആവാസ് ആത്തി ഹെ, എൻ്റെ പന്തിലും ഇതുപോലുള്ള ശബ്ദം കേൾക്കാറുണ്ട്. മേരാ സാത്ത് ബാസാർ ചൽ, എൻ്റെ കൂടെ ബാസാർ മാർക്കറ്റിലേക്ക് വരൂ. ദുഖാനും പർ ജിത്തനി ഗേദേ ഹെ സഫീക്കെ ടപ്പേ കി ആവാസ് ഐസി ഹി ഹോഗി, എൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വരൂ. മാർക്കറ്റിൽ എത്ര പന്തുകളുണ്ട്, സഫിക്ക് ഡപ്പയ്ക്ക് ആവാസ് ഐസേ ഹി ഹോത്തി ഹെ, എല്ലാ പന്തും വീഴുമ്പോൾ ഇതുപോലുള്ള ശബ്ദം തന്നെയാണ് വരുന്നത്. അനിലിനെ ഫിർ ഉസ്കി ബാത് കാട്ട് ദി, അവൻ വീണ്ടും അവൻ പറഞ്ഞത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു. अच्छी बात है तो मैं इसे सड़क पर फेंक दूंगा, देखूं कैसे कोई खेलेगा. अच्छी बात है, ശരി, നല്ല കാര്യം. तो मैं इसे सड़क पर फेंक दूंगा, ഞാൻ ഈ പന്ത് സടക് പർ റോഡിലേക്ക് എറിയാം. देखूं कैसे कोई खेलेगा, നോക്കാം ആരെങ്കിലും എങ്ങനെ കളിക്കുന്നുവെന്ന്. दीपक ने जैसे ही गेंद को सड़क पर फेंकने के लिए हाथ उठाया कि अनिल और दिनेश ने उसे पकड़ लिया. ദീപക് ഐസേ ഹി, ഇത് പറഞ്ഞുകൊണ്ട് ദീപക് എന്ത് ചെയ്തു, പന്ത് റോഡിലേക്ക് എറിയാനായിട്ട്
ഫേക്നെ എറിയാനായിട്ട് ഹാത്തുടായ കൈ പൊക്കി. ഉടനെ തന്നെ അനിൽ और ദിനേശിനെ ഉസേ പകർ ലിയ. ഉടനെ തന്നെ അനിലും ദിനേശും ആ പന്ത് പിടികൂടി. अब दीपक ने रुवा से होते हुए अपना अंतिम हथियार आजमाया. बोला, या तो गेंद मुझे दे दो, नहीं तो मैं इसके पैसे സുനിൽ से ലൂങ്ക. ദീപക് എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട് അവൻ്റെ അവസാനത്തെ ആയുധം പരീക്ഷിച്ചു. ബോല, യാ തോ ഗേത് മുझे ദേ ദോ. ഒന്നുകിൽ പന്ത് എൻ്റെ കയ്യിൽ തരിക, നഹി തോ मैं इसके पैसे സുനിൽ से ലൂങ്ക. ഒന്നുകിൽ ഈ പന്ത് എൻ്റെ കയ്യിൽ തരിക, അല്ലെങ്കിൽ ഞാനിതിൻ്റെ കാശ് സുനിലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. अब तो सुनील दीपक और सुधीर का गुट मजबूत होने लगा था. तीनों की ही कहना था कि गेंद दीपक ही है और उसे ही मिलनी चाहिए. अब तो सुनील दीपक और सुधीर का गुट मजबूत होने लगा था. അപ്പോഴേക്കും സുനിലും ദീപക്കും ദീപക് ഇത് പറഞ്ഞ് കേട്ട ഉടനെ സുനിലും ദീപക്കും സുധീറും സംഘം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അവരെന്തു ചെയ്തു? തീനോം ക കഹനാഥാക്കി ഗേത് ദീപക് ഹേ. 3 പേരും എന്ത് പറയാൻ തുടങ്ങി? അത് ദീപകിൻ്റെ പന്താണ്, അത് ദീപകിന് തന്നെ കിട്ടണമെന്ന് 3 പേരും പറയാൻ തുടങ്ങി. दिनेश तब तक चुप था. वास्तव में दिनेश का मन उस समय सबके साथ मिलकर उस गेंद से खेलने को कर रहा था. बोला, अब चुप ही रहो, झगड़ा बाद में कर लेगा. अपने अपने बल्ले ले आओ, पहले खेल. ദിനേശ് തബ് തക് ചുപ് ഥ. ദിനേശ് മിണ്ടാതിരിക്കുകയായിരുന്നു. വാസ്തവമേ ദിനേശ് കാ മൻ ഉസ് സമയ് സബ്കെ സാത്ത് മിൽക്കർ ഉസ് ഗേദ് സെ ഖേൽനെ കോ കർ രഹാ ഥ. സത്യത്തിൽ ദിനേശിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? എല്ലാവരും ചേർന്ന് ഈ പന്ത് വെച്ച് കളിക്കണമെന്നായിരുന്നു. ബോല, അബ് ചുപ്പി രഹോ. അവൻ പറഞ്ഞു, ഇപ്പോൾ മിണ്ടാതിരിക്കൂ. ഝഗഡ, അടികൂടുന്നത് ബാത്മേൻ കർ ലേങ്കെ. നമുക്ക് അടികൂടുന്നത് പിന്നീട് ചെയ്യാം. അപ്പനെ അപ്പനെ ബെല്ലെ ലേ ആവോ. നിങ്ങൾ നിങ്ങളുടെ ബെല്ലെ ബാറ്റ് എടുത്തുകൊണ്ട് വരൂ. പെഹലെ ഖേലെ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം കളിക്കാം. 5 മിനിറ്റ് കെ ഫീദർ ഹി ഖേൽ ആരംഭ ഹോ ഗയ. 5 മിനിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു? കളി ആരംഭിച്ചു. ദിനേശ് ബെല്ലേബാസി കർ രഹാ ഥ. ദിനേശ് ബെല്ലേബാസി ബാറ്റ് ചെയ്യാൻ തുടങ്ങി. അഭി 2-4 ബാർ ഹി ഖേൽ ഥ. ഒരു 4-5 തവണ കളിച്ചു. कि वह चमकदार नई गेंद एकदम जोर से उछली और दरवाज पार कर सड़क पर जाते हुए एक स्कूटर में बनी सामान रखने की जालीदार ठोकरी में गिरी. കളിച്ചു. അതിനുശേഷം വഹ് ചമക്ദാർ നയി ഗേദ്, ആ നല്ല തിളക്കമുള്ള പുതിയ പന്ത്, ഏകദം സോർ സെ ഉച്ചലി, വളരെ ശക്തമായി ഉച്ചലി കുതിച്ച്, ഓർ ദർവാസ പാർക്കർ, വാതിലും കടന്ന്, സടക് പർ റോഡിലേക്ക് പോയി, ജാത്തെ ഹുए एक स्कूटर में बनी सामान रखने वाली जल्दीदार डोकरी, ഒരു സ്കൂട്ടറിൽ വെച്ചിരിക്കുന്ന സാമാൻ രഖ്നെ വാക്കി ജാലിദാർ ടോക്കരി, സാധനങ്ങൾ വെക്കുന്ന ബാസ്ക്കറ്റിലേക്ക് ഇത് പോയി വീണു. സ്കൂട്ടർ വാലേക്കോ ഷായദ് പതാ ഫി നഹി ചല. സ്കൂട്ടറിൽ പോയ ആള് ഇത് ഒട്ടും തന്നെ അറിഞ്ഞില്ല. അയാൾ അറിയാണ്ട് ചല പോയി. തേസെ ചലനെ ഹുയി സ്കൂട്ടർ കെ സാത്ത് ഗേദ് ഫി ചലി ഗയി. വേഗത്തിലോടുന്ന സ്കൂട്ടറിൻ്റെ കൂടെ പന്തും പോയി. ബच्चे पहले तो ചില്ലാത്തെ ഹുയെ സ്കൂട്ടർ കെ പീച്ചെ ഭാഗെ. ആദ്യം കുട്ടികൾ എന്തു ചെയ്തു? ചില്ലാത്തെ ഹുയെ, നിലവിളിച്ചുകൊണ്ട് സ്കൂട്ടറിൻ്റെ പിന്നാലെ ഓടി. പരന്തു ജൽദി ഹി സബ് രുക് ഗയി. പക്ഷേ പെട്ടെന്ന് തന്നെ അവരെല്ലാം നിന്നു. വേ സമജ് ഗയി ഥി കി സ്കൂട്ടർ കെ പീച്ചെ ഭാഗ്നെ ബേഖാർ ഹെ. അവർക്ക് മനസ്സിലായി സ്കൂട്ടറിൻ്റെ പിന്നാലെ ഓടുന്നത് വെറുതെയാണെന്ന്. ഏക് പൽ കെ ലിയെ സഫീനെ ഏക് ദൂസരെ കി ഓർ ദേഖ. ഒരു നിമിഷം എല്ലാവരും ഏക് ദൂസരെ കി ഓർ, എല്ലാവരും പരസ്പരം നോക്കി. ഓർ ഫിർ സഫി ടഹാക്ക മാർക്കർ ഹസ് പടേ. എന്നിട്ട് എല്ലാവരും ആദ്യം പരസ്പരം ഒരു നിമിഷം ഒന്ന് നോക്കി, എന്നിട്ട് എല്ലാവരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു.